എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗുപ്തഗംഗയും അതുപോലെ തന്നെ ചോട്ടാകാശിയും കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും വരും. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മൾ എന്താ പറയുക, നല്ലൊരു സ്ഥലം ഇവിടെ കണ്ടു. വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് പുറത്തെ കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാറുണ്ട്. നല്ലൊരു അടിപൊളി വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് കൂടെയാണ് നമ്മൾ അവിടേക്ക് പോകണം, അമ്പലത്തേക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിലായി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 31 മിനിറ്റ് കറക്റ്റായിട്ട് ഉണ്ട്. 11 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ ചെല്ലുമെന്നാണ്. ഇപ്പോൾ പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ സൈഡിലൊക്കെ നോക്കി അടിപൊളിയാണ്. വിജനമായിട്ടുള്ള റോഡാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ജമ്മുവിൽ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. സൈഡ് നല്ല അടിപൊളി കാഴ്ചകളാണ്. അടിപൊളിയായിട്ട് പരന്ന് കിടക്കാണ്. വിജനമായിട്ടുള്ള ഒരു സ്ഥലം. പുലിയൊക്കെ ഇറങ്ങണ്ട് പറഞ്ഞു. അവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയ കാണാറുണ്ട്. കോറികളാണ് മോസ്റ്റ്. വണ്ടി ഓടിച്ച് വരുമ്പോഴേ റോട്ടിൽ കൂടെ വരുമ്പോൾ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഇവിടുത്തെ ഒരു വഴി ഒഴുകണ ഒരു നദി ഒഴുകണ ഒരു വഴിയാണിത്. ഈ നദിയും ഈ റോഡും കൂടെ ഏകദേശം ഒരേപോലെയാണ് കിടക്കുന്നത്. നോക്കി, ഇത് പ്രത്യേകിച്ച് ബ്രിഡ്ജോ അങ്ങനെയൊന്നുമില്ല. പിള്ളേരൊക്കെ നോക്കിയൊക്കെ ഒക്കെ 18-19 വയസ്സുള്ള പിള്ളേരാണ്. വണ്ടിയൊക്കെ എടുത്ത് 18 ഒരു 16 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പിള്ളേർക്കൊക്കെ. സംഭവം അടിപൊളിയാണ്. ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പറക്കണവന്മാർ. പക്ക ഒരു ഗ്രാമപ്രദേശം കേട്ടോ അവിടെ. എന്തായാലും ഈ വഴിയുടെ മുകളിൽ കൂടെ ഈ നദി ഒഴുകി പോകുന്ന സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് വന്നാൽ നല്ല രസമായിരിക്കും ഉണ്ടാവുക. ഇത് നദി പോണ വഴിയാണ്. ഈ കല്ലൊക്കെ കണ്ടാറിയാം. എന്തായാലും ഇനി പോട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഇത് അതേപോലത്തെ സെയിം നദിയും റോഡും ഒരേപോലെ. ഇത് കൂടെ ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ പോകും. അങ്ങനെ പ്രത്യേകിച്ച് ബ്രിഡ്ജോ ബണ്ടിലോ അങ്ങനെ ഒന്നും ഇവിടെ കെട്ടിയിട്ടില്ല. നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കുറേ ഇങ്ങനത്തെ വഴികൾ കാണാൻ പറ്റും. ഇത് നല്ല രസമാട്ടോ, അടിപൊളിയുണ്ട് സംഭവം. പിന്നെ ഫുള്ള് യൂക്കാലിപ്സിന്റെ മരങ്ങളും കൃഷിയിടങ്ങളും നൈസായിട്ടുണ്ട്. ജമ്മുവിന്റെ കുറച്ച് ഉൾഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കൃഷിയിടങ്ങളാണ്. ഇതിപ്പോൾ സംഭവം കാടാണെങ്കിലും അവരവിടെ കുറേ നെൽകൃഷിയും ഗോതമ്പ് കൃഷിയൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഫുള്ള് കാടാണ് അവർ. പക്ഷെ കിട്ടിയ ഗ്യാപ്പിലൊക്കെ അവർ കൃഷിയാണ് അവരുടെ മെയിൻ ഉപജീവനം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കാടാണിത്. നമ്മളൊരു ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് വന്നത്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. മൊത്തം കാട് ഏരിയയാണ് ഇവിടെ മൊത്തം. ഇവിടെ ഏറ്റവും കൂടുതൽ കാടിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് മുള കേട്ടോ. ഇതൊക്കെ മുളകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അതെ ഒന്ന് കാണിച്ചു കൊടുത്തേ. മൊത്തം മുള കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുറേ മുളങ്കാടുകളാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഫുള്ള് മുളക്കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സൈഡില് അതുകൊണ്ടോ മൊത്തം മുളക്കൂട്ടങ്ങൾ. ഇതൊക്കെ മുളകളാണ് കൂടുതലും. മുള ഫുള്ള് മുളകളാണ്. റോഡൊക്കെ കുറച്ച് സീനാണ് പോണത്. ഇവിടെ ഇടിഞ്ഞു വീണ്ട്. ഇവിടെ മുള ഫുള്ള് മുളകളുടെ ഏരിയയാണ്. മുളക്കാടാണ്. ഇവിടുത്തെ ബസ് നോക്കിയേ, പ്രൈവറ്റ് ബസ്, കുഞ്ഞു ബസ്. അങ്ങനെ നമ്മൾ മാണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ എത്തിയിരിക്കുക കേട്ടോ. ഒരു കൊച്ചു വില്ലേജാണ് മാണ്ടൽ എന്ന് പറഞ്ഞാൽ. അവിടെ നല്ല ഭംഗിയുള്ള ഒരു തൂക്കുപാലം കാണാലോ. ഇരുമ്പിന്റെ രാധ സോമി സസ്താങ് ബീൻസ്. സൂപ്പറായിട്ടുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഓരോ വ്യൂ പോയിന്റുകൾ സെറ്റ് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നല്ല നല്ല സൂപ്പർ വ്യൂ പോയിന്റ് ആണ്. അതിന്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. അത് ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. റോഡൊക്കെ ഇപ്പൊ ഉള്ള റോഡൊക്കെ ഉണ്ടല്ലോ, ഒന്നിനൊന്ന് മെച്ചാണ് റോഡ്. സ്മൂത്തായിട്ട് പോകുന്നുണ്ട്.
അടിപൊളി വഴികളാട്ടോ. വഴികളാണെങ്കിൽ ശരി, രണ്ട് സൈഡും മറ്റേ ഈ കുറെ ചെടികളും ഇതൊക്കെ വെച്ചിട്ടേ പേരക്ക മരങ്ങളും സംഭവം ഐസായിട്ടുണ്ട്. ഉണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. നേരെ കാണുന്നത് പറമ്പണ്ടൽ പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡ്. അവിടെ ആൾക്കാർ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകണം. ഇവിടുത്തെ ആൾക്കാർ വണ്ടികളൊക്കെ നോക്ക്, ടാക്സി സർവീസൊക്കെ നോക്ക്, പിള്ളേരൊക്കെ മുകളിലൊക്കെ കയറിയിരിക്കണം. ഒരു കാടിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. സെറ്റായിട്ടുണ്ട്. അമ്പ് മിഠായി അമ്പ് ഇറക്ക് ഇറക്ക് ഇറക്ക്. हो गया हो गया हो गया क्या हुआ क्या हुआ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഏകദേശം അടുത്തെത്താറായിട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് എത്തണേക്കാട്ടി മുമ്പേ ഒരു ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ ലിഫ്റ്റ് വെച്ചതാണ്. സോറി, ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് ലിഫ്റ്റ് വെച്ചതാണ്. നോക്കുമ്പോ പോളിയോ കൊടുക്കണ ചേച്ചി. ഒന്നും നോക്കിയാലേ അമ്പുട്ടിക്ക് പോളിയോ കൊടുക്കാണ്ടായിരുന്നു. ആ ചേച്ചി എങ്ങനെ പോളിയോ എടുത്തു തന്നു. അമ്പ് അതാ വിരലൊക്കെ നോക്ക്. ഇപ്പോ അടിപൊളി. അങ്ങനെ അമ്പുവിന്റെ പോളിയോ പരിപാടിയും കഴിഞ്ഞു. അതായത് റൈറ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് അമ്പലം എന്നാ തോന്നുന്നു അല്ലേ? ഇതാണോ അമ്പലം? ഇതാണ് അമ്പലം എന്ന് തോന്നുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലം. ഓ, അമ്പലം എന്താണ് ചോദിക്കുക അറിയില്ല. പക്ഷെ ഇവിടുത്തെ വഴി ഏരിയ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഡീസന്റ് ഫാമായിട്ടുള്ള അവിടെ എണ്ണകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഓക്കെ, ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പാർക്ക് ചെയ്യട്ടെ അല്ലേ?